വാഴക്കാട് 17-കാരിയുടെ മരണം സമഗ്ര അന്വേഷണം വേണമെന്ന് സർവകക്ഷി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇന്ന് വെട്ടത്തൂർ മദ്രസയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. അന്വേഷി അജിതയും പരിപാടിയിൽ പങ്കെടുത്തു. 19/2/24 പുഴയിൽ മരിച്ചു കിടന്ന പെൺകുട്ടിയുടെ മരണം ദുരൂഹത നടക്കുന്നതാണ്. എങ്ങനെയാണ് ഈ കുട്ടി മരിച്ചതെന്നുള്ളത് യാതൊരു തെളിവുമില്ല. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്താണെന്നുള്ള വിശ്വാസം നാട്ടുകാർക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഇത് ബന്ധപ്പെട്ടവർ ശക്തമായ അന്വേഷണം നടത്തി ഇതിലെ കുറ്റവാളികളെ കണ്ടെത്തി ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നിയോഗിച്ചാലേ പിന്നെ നടത്താൻ കഴിയുള്ളൂ. പ്രത്യേക ഒരു സംഘത്തിനെ നിയോഗിക്കണം ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. അന്വേഷിപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കൂടെ ഉണ്ടാവും. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ആ കുട്ടി മരിച്ച സ്ഥലമൊക്കെ കണ്ട് ആ വീണ് കിടക്കുന്ന സ്ഥലം അതൊന്നും അവിടെ വീണൊന്നും മരിക്കാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുട്ടിന് വരെ വെള്ളമുള്ളൂ. തുണിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി. അവളുടെ മാനസികാവസ്ഥയിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അവളുടെ ബന്ധുക്കളും പറയുന്നു. ഈ കേസ് തെളിയണം. ഈ കേസ് ഏറ്റവും ആദ്യം ഇയാൾ ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ലൈംഗികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഹാബിച്വൽ ക്രിമിനൽ. അയാൾ ഒരു പെൺകുട്ടിയെ ചെയ്തു, അങ്ങനെയല്ല, നിരന്തരം പെൺകുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഷളനാണ് ഈ വ്യക്തി. ആ വ്യക്തിക്ക് നിയമപ്രകാരവും അല്ലാതെയും സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും വേണ്ടതായ തക്കതായ ശിക്ഷ നൽകണം തന്നെ എൻ്റെ അഭിപ്രായം. 17-കാരി വെള്ളത്തിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണം. ആഴം കുറഞ്ഞ സ്ഥലത്താണ് മരിച്ചു കിടന്നത്. ബൈക്കിൽ വന്ന 2 പേരെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. പോലീസ് ആത്മഹത്യയാണെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല തുടങ്ങി വിവിധ അഭിപ്രായങ്ങൾ യോഗത്തിൽ പലരും ഉന്നയിച്ചു. അന്വേഷിയുടെ എല്ലാ പിന്തുണയും ഇരകൾക്കുണ്ടാകുമെന്ന് അജിത യോഗത്തിൽ അറിയിച്ചു. കരാട്ടെ ക്ലാസുമായി ബന്ധപ്പെട്ട് മറ്റു കുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സമഗ്ര അന്വേഷണം വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. യോഗത്തിന് വാർഡ് മെമ്പറും ആക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണുമായ ആയിഷ മാരാത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുളിയേക്കൽ അബു, സ്ഥിരം സമിതി അധ്യക്ഷൻ അയ്യപ്പൻകുട്ടി, KO അലി ഹാജി, രാജഗോപാലൻ മാസ്റ്റർ, എടത്തൊടി ഭാസ്കരൻ, മുരളീധരൻ, അബ്ദുൽ ഗഫൂർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.